ഹലോ വ്യൂവേഴ്സ്, നമുക്കിന്ന് ചക്ക എരിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. സാധാരണ വൻപയർ കൂട്ടിയിട്ടും ചക്ക എരിശ്ശേരി ഉണ്ടാക്കും, തൂരപ്പരിപ്പ് കൂട്ടിയിട്ടും ചക്ക എരിശ്ശേരി ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വൻപയറും ചക്കയും കൂടിയിട്ടുള്ള എരിശ്ശേരിയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് വൻപയർ ഒരു കപ്പ് ഒരു 8 മണിക്കൂർ കുതിർത്ത് എടുത്ത് വെച്ചതാണിത്. പിന്നെ ചക്കച്ചുള ഒരു 10-12 ചക്കച്ചുള എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരയ്ക്കാനായിട്ട് നാളികേരം ഒരു 4 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്. ജീരകം, ചെറിയ ജീരകം ഒരു 1/4 സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, ഉപ്പ്, പിന്നെ വറുത്തിടാനായിട്ട് 2 ടേബിൾ സ്പൂൺ നാളികേരം എടുത്തിട്ടുണ്ട്, കരിവേപ്പിൻ്റെ ഇല, കടുക് ഒരു 1/4 സ്പൂണ്, വറ്റൽമുളക്. ഇത്ര സാധനമാണ് നമ്മുടെ ഈ എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പം ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ഈ നാളികേരം അരയ്ക്കുമ്പോൾ നല്ലപോലെ അരയാൻ പാടില്ല കേട്ടോ. ഒന്നങ്ങോട്ട് അരച്ചെടുക്കാനേ പാടുള്ളൂ. നല്ല നൈസായിട്ട് നമ്മളിത് അരക്കില്ല. അപ്പോൾ നമുക്ക് ചക്ക എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് പയറൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് ഈ പയർ ഇട്ട് കൊടുക്കാം. ഈ പയർ വേകുമ്പോഴേക്ക് നമുക്ക് ഈ ചക്കയൊന്ന് നുറുക്കിയെടുക്കാം. ഇപ്പോൾ 2 വിസിൽ വന്ന് നമുക്ക് പയർ വെന്തോന്ന് നോക്കാം. പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് ഇതേമാതിരി ചക്ക ഇതേമാതിരി കുരു കൂട്ടില്ല കേട്ടോ. ചക്ക ഇതേമാതിരി ചെറുതാക്കി നുറുക്കിയെടുത്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ ചക്ക ഒന്ന് വേവട്ടെ. ഇനി നമുക്ക് ചക്ക വെന്തോന്നൊന്ന് നോക്കി നോക്കാം. ചക്ക നല്ലപോലെ വെന്തിട്ടുണ്ട്. അത് നമുക്ക് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അത് ഉടച്ചു കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നാളികേരവും ജീരകവും കുരുമുളക് പൊടിയും കൂടി അരച്ചത് നല്ലപോലെ അരയില്ല കേട്ടോ. ഇതേമാതിരി കണ്ടില്ലേ, ഒന്ന് ചതച്ചെടുക്കേ വേണ്ടുള്ളൂ. നാളികേരം നല്ലപോലെ അരയാൻ പാടില്ല. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നാളികേരം ഒഴിച്ചിട്ട് നല്ലപോലെ തിളച്ച് കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് 2 കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് നാളികേരം എല്ലാം കൂടി വറുത്തിടാം.
വറുത്തിടാനായിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഈ കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ഈ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഈ നാളികേരം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നാളികേരം മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ വൻപയറും ചക്കയും കൂടിയിട്ടുള്ള ചക്ക എരിശ്ശേരി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്